നമ്മൾ 6ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നത് കേരളത്തിൻ്റെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ ഒരു മാസിക കൂടി ഞങ്ങളുടെ 6 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. ഈ മാസികയുടെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധ വിവിധ ജില്ലകളിലുള്ള ഒരുപാട് പ്രവർത്തകർ ഇത് ഏറ്റെടുക്കുകയും ഇത്തരം ഒരു മാസികക്ക് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാവരും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പ്രവർത്തനത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 6 വർഷം കൊണ്ട് സയൻസ് ടെസ്റ്റ് എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഞങ്ങൾക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ സ്വതന്ത്ര ചിന്താമണ്ഡലത്തിൽ പുതിയ ഒരു പ്രവർത്തനം, പുതിയ ഒരു രീതി കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുമാത്രമല്ല, കേരളത്തിൻ്റെ സ്വതന്ത്ര ചിന്താമണ്ഡലത്തെ ഇളക്കി മറിച്ച 2 പ്രഗത്ഭരായ വ്യക്തികളെ, ഒന്ന് സി രവിചന്ദ്രനെ ഈ മേഖലയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് സയൻസ് ടെസ്റ്റാണ്. അതുകൂടാതെ ഡോക്ടർ സി വിശ്വനാഥൻ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഞങ്ങളുടെ യുക്തിയുഗത്തിൻ്റെ ചീഫ് എഡിറ്ററായ ഡോക്ടർ സി വിശ്വനാഥനെയും ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും ഈ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ സ്വതന്ത്ര ചിന്തകരുടെ ഈ കേരളത്തിലെ ഈ കൂട്ടായ്മയിൽ അതിനെ നയിക്കുവാനും ശേഷിയുള്ള ഇത്തരം 2 പ്രവർത്തകരെ ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ 2 സെക്ഷനായിട്ടാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ആദ്യം നമ്മളുടെ ഒരു പഠന ക്ലാസ്, വർക്ക്ഷോപ്പ് എന്ന രൂപത്തിലുള്ളൊരു പഠന ക്ലാസ്സാണ്. അത് ശാസ്ത്രീയ മനോവൃത്തി ശില്പശാല എന്ന പേരിലാണ് നടത്തുന്നത്. ശാസ്ത്രത്തിൻ്റെ രീതി വ്യവസ്ഥ എന്ന വിഷയത്തിൽ ഡോക്ടർ മനോജ് കോമത്താണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ മനോജ് കോമത്തിനെ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കണ്ടവർ വളരെ കുറവാണ്. 5 വർഷം മുൻപ് ഞങ്ങൾ സയൻസ് ടെസ്റ്റ് ഇദ്ദേഹത്തെ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 5ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് മനോജ് കോമത്ത്. പ്രപഞ്ച ചിത്രങ്ങൾ എന്ന പുസ്തകത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിക്കുകയും അതേപോലെ തന്നെ ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പാമ്പുകടിയും വിഷചികിത്സയും എന്ന ഒരു പുതിയ പുസ്തകവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഐൻസ്റ്റീനും ആപേക്ഷികതയും, വേദപാരമ്പര്യത്തിൻ്റെ കപടമുഖങ്ങൾ, വിലപേശപ്പെടുന്ന ആരോഗ്യം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ് ഡോക്ടർ മനോജ് കോമത്ത്. തികച്ചും വ്യത്യസ്തനായ ഒരു ശാസ്ത്രീയ ലേഖകനാണ് ഡോക്ടർ മനോജ് കോമത്ത്. കേരളത്തിൽ അറിയപ്പെടുന്ന യുവ എഴുത്തുകാരിൽ അറിയപ്പെടുന്ന 2 പേർ ശാസ്ത്ര ലേഖകർ എന്നത് ഒന്ന് ജീവൻ ജോബ് തോമസും ഒന്ന് മനോജ് കോമത്തുമാണ്. ജീവൻ ജോബ് തോമസ് ഈ മേഖലയിൽ ഒരു സോഫ്റ്റ് കോർണർ രീതി ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ മനോജ് കോമത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ധൈര്യത്തോടു കൂടി തന്നെ തനിക്കെതിരായി വരുന്ന അല്ലെങ്കിൽ ശാസ്ത്രത്തിനെതിരായി വരുന്ന അഭിപ്രായങ്ങളെയൊക്കെ തന്നെ അടിച്ചു വീഴ്ത്തുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രൂപത്തിലുള്ള ലേഖനങ്ങൾ എഴുതിക്കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേരളത്തിലെ മാതൃഭൂമി പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല എന്നുള്ളത്. ഡോക്ടർ മനോജ് കോമത്തിന് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ശാസ്ത്രത്തിൻ്റെ ചരിത്രം എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഡോക്ടർ മീരാനന്ദ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് അസുഖം കാരണം എത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം ഉത്തരാധുനികത, വസ്തുനിഷ്ഠത, സാർവത്രികത എന്ന വിഷയത്തിൽ പരിപാടി അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നസീറാണ്. അദ്ദേഹം ഹിന്ദുവിൻ്റെ ലേഖകനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപക്ഷെ ആർക്കും പരിചയമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം.
അദ്ദേഹത്തിൻ്റെ ഈ യുക്തിയുഗം മാസികയിൽ അദ്ദേഹത്തിൻ്റെ 2 ലേഖനങ്ങൾ ഉണ്ട്. ഒന്ന് ബദലുകളുടെ ഉത്തരാധുനികത എന്ന് പറഞ്ഞ മീര നദിയുടെ പുസ്തകത്തെ പറ്റിയുള്ള ഒരു പഠനവും എല്ലാം ഒരു കഥയാണ് പോൽ എന്ന് പറഞ്ഞ ഒരു ലേഖനവുമുണ്ട്. ആ 2 ലേഖനം വായിച്ചാൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ കഴിവിനെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്തുവാൻ. അത് മുഹമ്മദ് നസീറിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതുപോലുള്ള മുഹമ്മദ് നസീറിനെ പോലുള്ള ഓരോ പുതുമുഖങ്ങളെയും ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഓരോ വർഷവും പരിചയപ്പെടുത്താറുണ്ട്. ഈ മുഹമ്മദ് നസീറും ഇനി വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ വലിയ ഒരു സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെയും നിങ്ങൾക്ക് മുന്നിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. ഈ 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സയൻസ് ട്രസ്റ്റിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി ഈ ജബ്ബാർ മാഷെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സയൻസ് ട്രസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഇനി ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള എല്ലാ ആളുകളും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 4-5 വർഷമായി 5-6 വർഷമായി കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മാത്രമല്ല, പുതിയ ജനറേഷൻ എങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയെ സ്വീകരിക്കുന്നത് എന്നും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നും വർത്തമാന കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ജീവിക്കുന്ന പുതിയ കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിക്കുന്നതിൽ കേരളത്തിലെ സോക്കാൾഡ് സ്വതന്ത്ര ചിന്തകരും പുരോഗമനവാദികളും ഒക്കെ തന്നെ ഏറെക്കുറെ പരാജയപ്പെട്ട ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ആശ്ചര്യജനകമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ അടുത്ത കാലത്ത് ചില സംഭവങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ വ്യവസ്ഥാപിതമായ ഒട്ടേറെ പ്രസ്ഥാനങ്ങളും സംഘടനകളും പാർട്ടികളും ഒക്കെയുണ്ട്. അതിനെല്ലാം തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ സ്വയം തന്നെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണമോ പ്രചോദനമോ ഇല്ലാതെ സ്വയം തന്നെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന വളരെ വിചിത്രം എന്ന് നമുക്ക് കരുതാവുന്ന സംഗതികളാണ് നമ്മുടെ രാജ്യത്ത്, ലോകത്ത് തന്നെയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അടുത്ത കാലത്തുണ്ടായിട്ടില്ല, ഡൽഹിയിൽ നടന്ന സംഭവം. ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സംഭവത്തോട് ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട. നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിക്ക് 1000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്തണമെങ്കിൽ അവരെത്രത്തോളം എഫേർട്ട് നടത്തണം, എത്രത്തോളം പണം ചെലവഴിക്കണം, എത്രത്തോളം മദ്യം വിളമ്പണം നമുക്കറിയാം. മദ്യം കൊടുത്തും പണം കൊടുത്തും ആളുകളെ വണ്ടിയിൽ കയറ്റി കന്നുകാലികളെ കൊണ്ടുവരുന്നത് പോലെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഡൽഹിയിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു റാലി സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊതു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഒരു നേതാവിൻ്റെയും ആഹ്വാനമില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും യാതൊരു തരത്തിലുള്ള പ്രചരണവും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ, ഒരു പോസ്റ്റർ പോലും ഇല്ലാതെ 10,000-കണക്കിന് ചെറുപ്പക്കാർ, അതിൽ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു, ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ, ഡൽഹിയിലെ ഏറ്റവും സുരക്ഷാ മേഖലയിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് വന്നിട്ട് സംഘടിച്ചു നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോയി, എല്ലാവരും സ്തംഭിച്ചു പോയി. ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയി. അവർക്ക് ജന്മത്ത് ചിന്തിക്കാൻ കഴിയാത്ത സംഭവമാണ് നടന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം. ഇതിലെ ചില ആളുകൾ ഇതൊക്കെ അരാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അരാഷ്ട്രീയം എന്ന് നിലവിളിക്കുന്ന ആളുകൾ തന്നെ അവസാനം ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ കൊടി പിടിച്ചുകൊണ്ട് അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ദയനീയമായ കാഴ്ചയെ നമ്മൾ കാണും.
കേരളത്തിൽ അതുപോലെ നടന്ന മറ്റൊരു സംഭവമാണ് കേരളത്തിലെ നഴ്സുമാരുടെ സമരം. ഇവിടെ സമരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം, തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഉള്ള നാടാണ് കേരളം. പക്ഷേ ഈ വ്യവസ്ഥാപിത പാർട്ടികൾ ഒന്നും തന്നെ ഒരു ശ്രമവും നടത്താതെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സിംഗ് മേഖലയിലെ നഴ്സുമാരെല്ലാം ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഓരോ ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് എന്ന നാട്ടിൽ സമരരംഗത്തേക്കും പണിമുടക്ക് രംഗത്തേക്കും വരുന്നു. അവസാനം എന്താ കണ്ടത്? വ്യവസ്ഥാപിത തൊഴിലാളി വർഗ പാർട്ടിക്കാരൊക്കെ ഈ സമരത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ പോലെ ഇതിൻ്റെയൊക്കെ ആളുകളായി മാറുന്ന കാഴ്ചകൾ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങൾക്കും വ്യവസ്ഥാപിത ചിന്താധാരകൾക്കും ഒക്കെ തന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. പുതിയ തലമുറ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വേറൊരു ലോകത്തേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ മുമ്പിൽ അറിവിൻ്റെ ഒരു വലിയ മഹാസാഗരം ഇന്ന് തുറന്നു കിടക്കുകയാണ്. അത് മുൻകാലത്തെ പോലെ ആർക്കും ഇന്ന് പത്തായത്തിലോ ചെപ്പിലോ അടച്ചു വെച്ചിട്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അറിവിൻ്റെ മുകളിൽ അടയിരിക്കാൻ ഇന്ന് സാധ്യമല്ല. ലോകത്ത് ഏത് അറിവും നമുക്ക് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ആർക്കും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിക്കൊണ്ട് അറിവിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ അറിവിനെ ആർക്കും സ്വമേധയാ സ്വായത്തമാക്കുന്നതോടൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും സ്വന്തം മനസ്സിൽ രൂപപ്പെടുന്ന വികാരങ്ങളെയും ചിന്തകളെയും ആ സെക്കൻഡിൽ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രതികരണങ്ങളായിട്ട് ആവിഷ്കരിക്കാനും അവതരിപ്പിക്കാനുമുള്ള സാധ്യതകളും ഇന്ന് പുതിയ തലമുറയുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ പരമ്പരാഗതമായി ശീലിച്ചു പോന്നിട്ടുള്ള ശീലങ്ങളുടെയും അതുപോലെ തന്നെ ചില ശാഠ്യങ്ങളുടെയും ഒക്കെ മുമ്പിൽ ഇന്നും മർക്കടമുഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം വെപ്രാളപ്പെടുകയാണ്. അവരാണ് ഇതൊക്കെ അരാഷ്ട്രീയമാണ് എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ലോകം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകൾക്കും വെപ്രാളം വന്നു. സ്വതന്ത്ര ലോകം എന്ന് പറയുന്നത് അരാജകവാദമാണ്, അരാഷ്ട്രീയവാദമാണ്, അങ്ങനെ ആരും സ്വതന്ത്രമാകേണ്ട എന്ന നിലവിളികൾ പല ഭാഗത്തും ഉയർന്നു. നമ്മൾ സ്വതന്ത്ര ലോകം എന്ന് പറഞ്ഞ ആശയത്തോട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് പുതിയ ജനറേഷനിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സയൻസ് നെറ്റിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. പുതിയ തലമുറയ്ക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നൽകാൻ തയ്യാറുള്ള പ്രസ്ഥാനങ്ങളും ചിന്താ പദ്ധതികളുമാണ് ഇന്ന് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അതിന് വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തോതിൽ സ്വീകാര്യത ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കും. അങ്ങനെ സ്വീകാര്യത ലഭിക്കുമ്പോൾ പാരമ്പര്യ ഭൂതങ്ങൾ, അതായത് നിധി കാക്കുന്ന പഴയ ഭൂതങ്ങളൊക്കെ തന്നെയും വെപ്രാളം കൊണ്ട് നിലവിളിക്കുന്നതിൽ നമുക്ക് യാതൊരു ബേജാറും ആകേണ്ടതില്ല. അതൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരം ആളുകളും അത്തരം ചിന്തകളുമൊക്കെ തന്നെ മറ്റാരും എടുത്തെറിയാതെ സ്വമേധയാ തന്നെ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് സ്വമേധയാ എറിയപ്പെടുന്ന ദയനീയമായ കാഴ്ച നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ആ വെപ്രാളത്തിലൊന്നും നമ്മൾക്ക് യാതൊരു തരത്തിലും അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പുതിയ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര ചിന്തയുടെ ഒരു സ്വതന്ത്ര ലോകത്തേക്ക് സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളും ഒരുപാട് ബൗദ്ധിക മേഖലയിൽ ശേഷിയുള്ള ആളുകളെയും നമുക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ വരാനായിട്ട് പുതിയ തലമുറയിൽ നിന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഇവരെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ചട്ടവട്ടങ്ങളോ ചങ്ങലകളോ ഇല്ലാതെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആ പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇവിടെ വിജീഷ് ഒരു മാസികയെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ ഒരു മാസിക, പ്രിന്റഡ് മാസിക ഈ കാലത്ത് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് കാലഹരണപ്പെടും. ഏകദേശം പ്രിന്റഡ് മാധ്യമങ്ങളൊക്കെ കാലഹരണപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മാസികയ്ക്ക് ഒരുപാട് നീണ്ട ആയുസ് ഉണ്ടാവുമെന്നൊന്നും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. ഇതിൻ്റെ ആയുസ് വളരെ ചെറുതായിരിക്കും. അത് ഇതിൻ്റെ മരണമല്ല, ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള പുനർജനനത്തിന് വകവയ്ക്കും. കാരണം ഇന്ന് കടലാസിൽ പ്രിന്റ് ചെയ്ത വിജ്ഞാനത്തിന് ഇന്ന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാതായിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ അറിവിനെയും ഒരു തീപ്പെട്ടി പരുവത്തിൽ പോക്കറ്റിലിട്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വായന, വളരെ വിപുലമായ വായനയും
വളരെ വിപുലമായ പ്രതികരണങ്ങളും എഴുത്തും ഒക്കെ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും കടലാസും പേനയും ഉപയോഗിച്ചല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ആ ലോകത്ത് നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ഡൽഹിയിലെ പ്രതികരണം പോലുള്ള പ്രതികരണങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ സ്വതന്ത്രമായ ഒരു ആവിഷ്കാര സാധ്യതയുള്ള ഒരു കാലഘട്ടം, സ്വതന്ത്രമായ വായനാ സാധ്യതയുള്ള ഒരു കാലഘട്ടം, അറിവിനെ ആർക്കും പിടിച്ചു വെക്കാനോ അടച്ചു വെക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തില് ഒരു പ്രിന്റഡ് മാസികക്ക് സാങ്കേതികമായി വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ നമ്മളത് തുടങ്ങിയത് അത് പ്രിന്റഡായി എല്ലാ കാലവും നിലനിർത്താനല്ല, അത് പ്രിന്റഡ് മാധ്യമം എന്ന രീതിയിൽ നിന്നും ആധുനിക സാങ്കേതിക രീതിയിലേക്ക് വളരെ അധികം താമസിയാതെ തന്നെ പരിവർത്തനപ്പെടും. അങ്ങനെ പെട്ടുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ആകർഷകമായ സ്വീകാര്യമായ രീതിയിൽ ഈ സ്വതന്ത്ര ചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു സംരംഭം എന്ന നിലക്കാണ് നമ്മൾ യുക്തിയുഗം എന്ന മാസിക ആരംഭിച്ചിട്ടുള്ളത്. ആ മാസികയുടെ 1-ാം ലക്കം കയ്യിൽ കിട്ടി വായിച്ചു നോക്കിയവർക്കറിയാം, കേരളത്തിൽ പരമ്പരാഗതമായി വന്നിട്ടുള്ള യുക്തിവാദ പ്രസിദ്ധീകരണങ്ങളുടെയും അല്ലെങ്കിൽ ശാസ്ത്ര പ്രചരണ പ്രസിദ്ധീകരണങ്ങളുടെയും സ്വഭാവത്തിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ് ഈ മാസിക എന്ന് അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ കെട്ടുമട്ടവും പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ മാസിക കൊണ്ടുപോയി വായിച്ച പലരും അതിൻ്റെ പ്രതികരണം എന്നുള്ള നിലക്ക് നമ്മൾ വിളിച്ച് അറിയിച്ച ചില കാര്യങ്ങളുണ്ട്. ചിലർ പറഞ്ഞത് ഇതിന് നിലവാരം കൂടിപ്പോയി, അതുകൊണ്ട് സാധാരണക്കാരുടെ ഒരു മാർക്കറ്റിൽ ഇത് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷേ ആ അഭിപ്രായം വരുന്നത് നിലവാരത്തെക്കുറിച്ചും വായനക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചുമുള്ള നമ്മുടെ ഒരു പരമ്പരാഗത ധാരണ വെച്ചുകൊണ്ടാണ്. എന്നാൽ ആ നിലവാരം മാർക്കറ്റ് ചെയ്യപ്പെടില്ല എന്ന് പറയുന്ന ആളുകൾ ആ നിലവാരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്ന് പരിശോധിക്കണം. എന്നാൽ നിലവാരം കൂടി എന്ന് പറയപ്പെടുന്ന ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് ആധുനിക കാലത്ത് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതും പരിശോധിച്ചാൽ ആ വാദത്തിൽ കഴമ്പില്ല നമുക്ക് മനസ്സിലാവും. ഈ നിലവാരത്തിൽ തന്നെ ഈ ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും ആശയങ്ങൾ വായിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ആ ആളുകളെ കണ്ടെത്തി ഈ മാസികയുടെ വരിക്കാരാക്കി അല്ലെങ്കിൽ ഈ മാസിക അവരുടെ കയ്യിലെത്തിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. ആ പ്രവർത്തനം നമുക്ക് പരിമിതമായ നമ്മുടെ ഈ സംഘാടന ശേഷി ഉപയോഗിച്ചുകൊണ്ട്, പരിമിതമായ നമ്മുടെ ഈ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ആളുകളിലേക്ക് ഈ പ്രസിദ്ധീകരണം അതിൻ്റെ ആശയങ്ങളും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട നിങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു 10 പേരെയെങ്കിലും ഈ മാസികയുടെ വായനക്കാരാക്കി വരിക്കാരാക്കി മാറ്റാനുള്ള ആത്മാർത്ഥമായൊരു ശ്രമം ഇവിടുന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നടത്തണം. ആ 10 പേരോടും നിങ്ങൾ പറയാ, അവരും ഇതുപോലെ 10 പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വലിയ വ്യവസ്ഥാപിതമായ ഒരു സംഘടനാശേഷി ഇല്ലാതെ തന്നെ ഈ മാസിക ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇതിപ്പോൾ ഒരുപാട് ബാലാരിഷ്ടതകളുണ്ട്. നമ്മളാരും തന്നെ അത്തരത്തിലുള്ള വലിയ പ്രസിദ്ധീകരണം നടത്തി പരിചയമുള്ള ആളുകളല്ല ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വായനക്കാരുടെയും മറ്റുള്ളവരുടെയും നിർദ്ദേശങ്ങൾ, ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അത്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതിൻ്റെ കാര്യകാരണ സഹിതം അത്തരം മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ മാസികയുടെ ഉള്ളടക്കവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം. കാരണം നമുക്ക് വലിയൊരു സംഘടനയൊന്നുമില്ല, നമുക്ക് കെട്ടും മട്ടുമുള്ള വലിയ ചട്ടക്കൂടുള്ള സംഘടനാ സംവിധാനമൊന്നും നമുക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സംഘടനാ സംവിധാനത്തിൽ താല്പര്യമുള്ളവരും അല്ല നമ്മൾ. കാരണം സ്വതന്ത്ര ചിന്ത, സ്വതന്ത്ര ലോകം എന്ന് പറയുന്നത് തീർത്തും സ്വതന്ത്രമായിരിക്കണം. അവിടെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ ചിന്തിക്കുകയും മറ്റുള്ളവർ കുഞ്ഞാടുകളെ പോലെ അവരെ അനുസരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യ രീതിയല്ല സ്വതന്ത്ര ചിന്തയുടെയും സ്വതന്ത്ര ലോകത്തിൻ്റെയും കാഴ്ചപ്പാട്. നമ്മൾ ഓരോരുത്തരും സ്വമേധയാ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകളായിട്ട് മാറണം. അങ്ങനെ സ്വമേധയാ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ആവശ്യമാവുന്ന സന്ദർഭത്തിൽ
സംഘടിക്കാനും പ്രതികരിക്കാനും കഴിയുമെന്നതിൻ്റെ തെളിവാണ് ഞാൻ സൂചിപ്പിച്ച സംഭവങ്ങൾ, ലോകത്ത് നടക്കുന്ന സംഭവം. ഒരു നേതാവില്ലാതെ, ഒരു സംഘാടകനില്ലാതെ, ഒരു പ്രസ്ഥാനമില്ലാതെ തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് നമ്മുടെ. ഇറാഖിലെ യുദ്ധം നടന്നപ്പോൾ ലോകത്ത് നടന്നത് അത് തന്നെയാണ്. ഞാൻ പറയുന്നു, ഇനി അമേരിക്ക പോലുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് ഒരു രാജ്യത്തിൻ്റെയും മേക്കിട്ട് കയറാൻ, ഇറാഖിൽ കയറിയതുപോലെ കയറാൻ ഇനിയുള്ള കാലം സാധ്യമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇറാഖിലെ യുദ്ധം നടക്കുന്ന ആ സമയത്ത് ഈ പറയുന്ന പരിഷ്കൃത ലോകങ്ങളിലെല്ലാം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ അക്രമത്തിനെതിരായി, യുദ്ധത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണം ആവിഷ്കരിച്ചത്. ഇത് ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പില്ലാത്ത അനുഭവം. അതുപോലെ തന്നെ അനീതികളോട് പോരാടാൻ ഒരു സംഘടനാ ശേഷിയും ഇല്ലാതെ തന്നെ ആളുകൾ സ്വയം തയ്യാറാവുന്ന വിധത്തിലേക്ക് ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ കാലത്തിൻ്റെ ചുമരെഴുത്ത് വായിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളും യുക്തിവാദ പ്രസ്ഥാനങ്ങളുമൊക്കെ കാലത്തിനനുസരിച്ച് മാറാനും സാങ്കേതികമായി പുതിയ കാലത്തിലേക്ക് മുന്നേറാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാനോ ആവശ്യമായ മാറ്റങ്ങൾക്ക് ഇതിനൊക്കെ ഇല്ലെങ്കിൽ കാലം ഇതിനെയൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എറിയും. അങ്ങനെ സ്വയം എറിയപ്പെടുന്നവരുടെ വെപ്രാളങ്ങളാണ് നമ്മൾ പല നിലവിളികളായിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു വിഷമവുമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി, കഴിഞ്ഞ 5-6 വർഷങ്ങളിലായി സയൻസ് ട്രസ്റ്റ് ഇതുപോലുള്ള പരിപാടികൾ വളരെ പുതുമയുള്ള ആശയങ്ങളും പുതുമയുള്ള സാങ്കേതിക സംവിധാനങ്ങളും പുതുമയുള്ള വ്യക്തികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് സയൻസ് ട്രസ്റ്റ് ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ തന്നെ വളരെ കാലമായി ഇതിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ വളരെ കുറച്ചു. പലരും പുതിയ മുഖങ്ങളാണ്. തൊട്ടടുത്ത 1-2 പരിപാടിയിൽ കണ്ടവർ, അല്ലെങ്കിൽ എവിടെയും കാണാതെ ഇവിടെ മാത്രം വന്ന ആളുകൾ, അങ്ങനെയുള്ള പുതിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ ഇത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് ഏത് പരിപാടിയിൽ ചെന്ന് നോക്കിയാലും ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള തലനിരച്ച ആളുകളെ മാത്രമേ വേദികളിൽ കാണാറുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറയിൽപ്പെട്ട മധ്യവയസ്കരും ചെറുപ്പക്കാരുമായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ പരിപാടികളിൽ വന്നു ചേരുന്നു എന്നതും അവരുടെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നു എന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ. ശാസ്ത്രത്തെ ഇന്ന് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ശാസ്ത്രവിരുദ്ധ ശക്തികളാണ്. അത് വല്ലാത്തൊരു വൈരുദ്ധ്യം നമ്മുടെ മുമ്പിൽ കാണും. നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയുമാണത്. അവിടെയാണ് മനോജ് കോമത്തിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്ന മുഹമ്മദ് നസീറിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പ്രസക്തി. കാരണം കേരളത്തിൽ ഇന്ന് പാരമ്പര്യമായി വന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളെക്കാൾ, അല്ലെങ്കിൽ ആത്മീയ മേഖലയിലുള്ള മതമേഖലയിലുള്ള അന്ധവിശ്വാസങ്ങളെക്കാളൊക്കെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടുള്ള തികച്ചും ഭൗതികമായിട്ടുള്ള സെക്യുലറായിട്ടുള്ള അന്ധവിശ്വാസങ്ങളാണ്. അവിടെ അന്ധവിശ്വാസങ്ങളെ വലിയ തോതിൽ വിപണനം ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന കുത്തക മുതലാളിമാരും രംഗത്ത് വന്നുകൊണ്ടിരിക്കും. മണ്ണടിഞ്ഞു പോയി എന്ന് നമ്മളൊക്കെ കരുതുന്ന പഴയ പ്രാകൃതമായിട്ടുള്ള വിഡ്ഢിവിശ്വാസങ്ങളെല്ലാം തന്നെ മണ്ണിൽ നിന്ന് മാന്തിയെടുത്ത് പെയിന്റ് അടിച്ച് ഇന്ന് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാം. ആ കച്ചവടത്തിന് വേണ്ടിയിട്ട്, അതിന് വിപണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇന്ന് രാവിലെ നമ്മൾ ഈ സമയത്തൊക്കെ TV-യുടെ ഏത് ചാനൽ എടുത്ത് തുറന്നു നോക്കിയാലും അവിടെയൊക്കെ കാണാം ഏലസിൻ്റെ കച്ചവടം, അല്ലേ? കണ്ണേറ് തട്ടുന്നതിനുള്ള സാധനം കച്ചവടം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കാനുള്ള ഉള്ള ഏലസുകളും മന്ത്രത്തകിടുകളും കച്ചവടം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഏർപ്പാടുകളാണ്. അതുപോലെ തന്നെ ഓരോ വിഭാഗം കച്ചവടക്കാരും എങ്ങനെയൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാം, ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന പാരമ്പര്യമായിട്ടുള്ള മൂഢവിശ്വാസങ്ങളെ എങ്ങനെ തങ്ങളുടെ കച്ചവടത്തിന് പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയാണ്. അതിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്ഷയ തൃതീയ, ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന സാധനം വടക്കേ ഇന്ത്യയിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ശിശുവിവാഹങ്ങൾ നടത്താനായിരുന്നു.
ശൈശവ വിവാഹങ്ങൾ നടത്തുന്നതിനുള്ള ന്യായീകരണമായിട്ടാണ് അക്ഷയ തൃതീയ എന്നുള്ള വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ പ്രത്യേക മുഹൂർത്തത്തിൽ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ദിവസങ്ങളിൽ പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിൽ വിവാഹം ചെയ്യിച്ചാൽ ആ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. അതുകൊണ്ട് പിഞ്ചു കുട്ടികളെ പിടിച്ചിട്ട് അക്ഷര തൃതീയ നാളിൽ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ ഒരു ആചാരമായി അടുത്ത കാലം വരെ നിലനിന്നിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നവർ. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് നടപ്പില്ല. പക്ഷെ കേരളത്തിൽ ഇത് എന്തിനാ ഉപയോഗിച്ചത്? കച്ചവടക്കാര്, കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് സ്വർണ്ണ കച്ചവടമാണ്. മനുഷ്യന് ഒരാവശ്യമില്ലാത്ത സാധനമാണ് സ്വർണം. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെടുന്നത്. ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് ആണ് ഈ അക്ഷയ തൃതീയ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത്, എന്നിട്ട് പരസ്യം നൽകി, അക്ഷര തൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ വാങ്ങിയവർക്ക് ഐശ്വര്യം, സ്വർണത്തിന് ഐശ്വര്യം, വിറ്റവർക്ക് അതിനേക്കാളും വലിയ ഐശ്വര്യം. അങ്ങനെ ഐശ്വര്യം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടുകേൾവി ഇല്ലാത്ത വിശ്വാസങ്ങളെ കൊണ്ടുവന്നിട്ട് വിപണിവൽക്കരിക്കുക. കണ്ണേറ് തട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇത് വളരെ പരിഹാസ്യമായ അന്ധവിശ്വാസമാണ്. നമ്മളാരും ഇന്ന് ഒരുവിധം സ്കൂളിൽ പഠിച്ചവരാരും കണ്ണേറ് തട്ടുന്നതിലൊന്നും വിശ്വാസമല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഏതാണ്ട് എന്തോ സാധനം വന്നിട്ട് നമ്മളുടെ ജീവിതത്തെ മുഴുവൻ തൊലച്ച് കളയുന്നു. അപ്പം നമ്മൾ അസൂയ എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. ശേഷം ഈ അസൂയ ഒരു ലേസർ രശ്മി പോലെ മറ്റുള്ളവരുടെ ശരീരത്തിൽ വന്നിട്ട് മറ്റുള്ളവരുടെ ശരീരത്തെയും മനസ്സിനെയും അവരുടെ സർവ്വ ജീവിത ഐശ്വര്യങ്ങളെയും തകർത്ത് കളയുന്ന എന്തോ വലിയ അത്ഭുത ശക്തിയാണ് എന്നൊന്നും ഇന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇന്ന് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്യാം. ആ പരസ്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈ അസൂയാലുവിൻ്റെ കണ്ണിൽ നിന്ന് അത്ഭുതകരമായ ലേസർ രശ്മികൾ ഇങ്ങനെ വരിക, വന്നിട്ട് മറ്റേ ആളുടെ ശരീരത്തിൽ ഇങ്ങോട്ട് ആവാഹിക്കുകയാണ്. എന്നിട്ട് അയാളുടെ കച്ചവടം തൊലഞ്ഞു പോകുന്നു, അയാളുടെ ജീവിതം തൊലഞ്ഞു പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ നല്ല ചിത്രങ്ങളായിട്ട് ടി വിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇതിന് പരിഹാരം ഇതാ, ഈ ഏലസ് കൊണ്ടേ കെട്ടിയാൽ മതി, ഈ മാല കൊണ്ടേ കെട്ടിയാൽ മതി. ഈ മാലയുടെ ലോക്കറ്റ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് വരുന്ന രശ്മികൾ അതേപടി മൂപ്പര് പിടിച്ചെടുത്ത് അവിടെ വെച്ചോളൂ. പിന്നെ നമുക്കൊരു കുഴപ്പമില്ല. ഇതിന് തുച്ഛമായ വിലയുള്ളൂ, വെറും 7212 റുപ്യ 95 പൈസ ഉള്ളൂ, നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിക്കും. അങ്ങനെയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള പല വെറൈറ്റിയിലുള്ള ലോക്കറ്റുകളുള്ള മാലകൾ, അത് പല വിലക്കാണ്. 10,000-ൻ്റെയും 5,000-ൻ്റെ ഇടക്ക് വിലയുള്ള ലോക്കറ്റ് മാലകൾ ഇങ്ങനെ അരമണിക്കൂർ പരസ്യം ചെയ്തുകൊണ്ട് ടി വി ചാനലുകളുടെ വിൽക്കുക. ഇതൊക്കെ നമ്മൾ കാണാണ്. ആരാണ് ഇതൊക്കെ പോയി വാങ്ങുന്നത്? കോളേജിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന പ്രൊഫസർ, ഫിസിക്സിലും അതിനപ്പുറത്തുള്ള ശാസ്ത്ര വിഷയങ്ങളിലും ഗവേഷണം നടത്തി PhD എടുത്തിട്ടുള്ള ആളുകൾ, ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇത് കണ്ടിട്ട് ഈ ഏലസ് വാങ്ങിയിട്ട് കിട്ടുക, കണ്ണേറ് തട്ടാണ്ടിരിക്കുക. എത്ര വലിയ പ്രൊഫസർമാരോ എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരോ ആവട്ടെ, നിങ്ങൾ രഹസ്യമായിട്ട് അവരുടെ തുണിയും കുപ്പായം അഴിച്ചു നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ഏലസ് കാണും. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളായിട്ട് ഈ ഏലസുകളും ജ്യോത്സ്യവും ഇതുപോലുള്ള സാധനങ്ങളും മാറിയിരിക്കുന്നു. ഇപ്പോൾ വിദേശ വിപണികൾ, ഇപ്പോൾ ദുബായിലൊക്കെയുള്ള ഫെസ്റ്റിവലുകൾ നടക്കുക, ദുബായിലും ചൈനയിലൊക്കെ വലിയ മാർക്കറ്റ് ഫെസ്റ്റിവലുകൾ നടക്കണം. ഈ ഫെസ്റ്റിവലുകളിൽ പോലും ഇത്തരം സാധനങ്ങൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഉൽപ്പാദനം നടക്കുന്ന കേരളത്തിൽ. ഇതിനൊക്കെ ഉൽപ്പാദന ചെലവ് ചിലപ്പോൾ 10 റുപ്യ 15 റുപ്യ ഉണ്ടാവുള്ളൂ. അത് വിൽക്കുന്നത് 10,000 20,000 രൂപയ്ക്കാണ്. അതെന്ന് വെച്ചാൽ 1000%, 2000% ഒക്കെ ലാഭം എടുത്തിട്ട് കച്ചവടം ചെയ്യാണ്. എന്താണ് ഈ കച്ചവടങ്ങളൊക്കെ നിലനിർത്തുന്ന, വിപണിയെ നിലനിർത്തുന്ന അടിസ്ഥാന സാധനം എന്താണ്? ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള അന്ധവിശ്വാസം. എങ്ങനെയാണ് ഇതിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കണമെങ്കിൽ ഈ മനുഷ്യരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സഹസ്രാബ്ദങ്ങളും അതിനപ്പുറവും പഴക്കമുള്ള ഈ സാധനങ്ങളെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയണമെങ്കിൽ അവിടെ പകരം വയ്ക്കാൻ ശാസ്ത്രബോധം എന്ന് പറയുന്ന, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ. നമ്മുടെ ഭരണഘടനയിൽ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 51A ആർട്ടിക്കിൾ, പൗരൻ്റെ കടമകൾ. ഇന്ന് എല്ലാ സ്കൂളിലെ പാഠപുസ്തകത്തിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ സ്കൂളിലെ അച്ചടിച്ച് വിൽക്കുന്ന എല്ലാ പാഠപുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് പൗരൻ്റെ കടമകൾ. അതിനകത്ത് 51AH കൊടുത്തിട്ടുണ്ട്. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്താൽ നിങ്ങൾക്ക് കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം സൃഷ്ടിക്കുക,
അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കടമ നിർവഹിക്കാൻ ഇവിടെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ മുതൽ സാധാരണക്കാരൻ വരെയുള്ള ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നേർവിപരീതമായിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ നടക്കുന്നു. ആ നടക്കുന്നതിനെതിരായിട്ട് കോടതിയിൽ പോവാൻ ആരുമില്ല. കോടതിയിൽ പോയാൽ തന്നെയും അത് പോകുന്നവനായിരിക്കും ശിക്ഷ. മറ്റേ സൗദി അറേബ്യയിൽ വ്യഭിചാരത്തിന് ശിക്ഷ കൊടുക്കുന്ന മാതിരിയാണ്. വ്യഭിചാരത്തിൻ്റെ കേസും കൊണ്ട് ചെന്നാൽ ആ ഇരയായിട്ടുള്ള ആളെയാണ് ചാട്ടവാറടി ശിക്ഷ കൊടുക്കേണ്ടത്. 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ കേസും കൊണ്ട് വരുന്ന ആളെ തല്ലാനാണ് ഖുറാനിൽ പറഞ്ഞത്. അതേപോലെയാണ് പലപ്പോഴും സയൻറ്റിഫിക് ടെമ്പറുമായിട്ട് കോടതിയിൽ പോയാൽ നമുക്കുള്ള അനുഭവം അതാണ്. ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ പോയ നമ്മളെ ശിക്ഷിക്കാനാണ് ഇവിടുത്തെ കോടതികൾ തയ്യാറായിട്ട്. കാരണം കോടതിക്കകത്ത് ന്യായാധിപന്റെ കസേരയിലിരിക്കുന്ന പലരും ഈ പറഞ്ഞിട്ടുള്ള പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളുടെ മൂരാച്ചികളാണ്. അവരെടുത്ത് ഇത്തരം കേസുകളുമായി ചെന്ന് കഴിഞ്ഞാൽ കേസുമായിട്ട് ചെല്ലുന്നവനെയാണ് ഇറക്കിവിടാം. ഞാനൊരിക്കൽ മഞ്ചേരിയിലെ ജില്ലാ കോടതിയിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കേസിൽ സാക്ഷിയായിട്ട് പോയി, സർക്കാരിൻ്റെ സാക്ഷിയായിട്ട് പോയി. അപ്പോൾ സാക്ഷിയായിട്ട് ഞാൻ കൂട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുന്ന് പ്രോസിക്യൂട്ടർ ഇങ്ങനെ ഓത്ത് പറഞ്ഞു തന്നു. സത്യപ്രതിജ്ഞ പറയണം നമ്മൾ, കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു എന്ന് പറയണം. അതല്ലെങ്കിൽ നമ്മൾ ദൃഢമായി സത്യം ചെയ്യുന്നു എന്നാണ്. ഈ ഭരണഘടന നമ്മുടെ നിയമത്തിൽ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ദൃഢപ്രതിജ്ഞ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഈ വക്കീൽ ഇങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമത്തിൽ ചൊല്ലുന്നില്ല, ഞാൻ ദൃഢപ്രതിജ്ഞ എന്നുള്ള നിലക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ജഡ്ജി ഒരു സ്ത്രീ ആയിരുന്നു, ജില്ലാ ജഡ്ജി. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ വീട്ടിൽ സകല ആൾ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരു വ്യക്തിയാണ്. ജഡ്ജി എന്നുള്ള നിലക്ക് അവർ നല്ല ന്യായങ്ങളൊക്കെ വിധിക്കുന്ന, നിഷ്പക്ഷമായിട്ട് ഒരുപാട് കേസുകൾ വിധിച്ചിട്ടുള്ള നല്ല ജഡ്ജിയാണ്. വ്യക്തിപരമായിട്ട് അവർ ഭയങ്കര അന്ധവിശ്വാസിയാണ്. അവർ പറഞ്ഞ് ഇയാളെ ഇവിടുന്ന് പുറത്തിറക്കി വിടണം, എന്നെ പുറത്തിറക്കി വിടണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടുത്തെ വാച്ചാൻപാട് കോടതിയിലുള്ള പോലീസുകാർ വന്നിട്ട് എന്നെ പിടിച്ച് പുറത്താക്കുക ചെയ്തു. കാരണം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർ കോടതിയിൽ സാക്ഷി പറയേണ്ടെന്നാണ് ജഡ്ജി അവിടെ ഇരുന്നിട്ട്. ഞാൻ നേരെ എറണാകുളത്തേക്ക് വണ്ടി കയറി ഹൈക്കോടതിയിൽ പോയി. അവിടെ നമ്മുടെ വക്കീലിനെ കണ്ടിട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ജഡ്ജി നിയമം ലംഘിച്ചാൽ നമ്മൾ ഹൈക്കോടതിയിലെ രജിസ്ട്രാർക്കാണ് പരാതി അടയ്ക്കേണ്ടത്. അങ്ങനെ പരാതി കൊടുത്ത്, പക്ഷെ ആ പരാതിയിൽ തീർപ്പ് വന്നു. ഈ തീർപ്പ് നമ്മളെ അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോൺഫിഡൻഷ്യലാണെന്നൊന്നും. പക്ഷെ ആ തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു രേഖ കിട്ടി. ആ രേഖ വായിച്ചപ്പോൾ മനസ്സിലായി ഇവർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന്. ഈ ജില്ലാ ജഡ്ജിയെ ഹൈക്കോടതി ശാസിക്കുകയും എനിക്ക് അന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തന്നില്ല. കാരണം ഞാൻ സർക്കാരിന് വേണ്ടി സാക്ഷി പറയാൻ പോയാൽ നമുക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തരണം, അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഓഫീസിൽ നമുക്ക് ഡ്യൂട്ടി കൊടുക്കാം. അങ്ങനെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്ന് ജഡ്ജി അന്ന് ഓഫീസിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തന്നില്ലായിരുന്നു. ഞാൻ അതും കൂടെ വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. അങ്ങനെ എനിക്കുണ്ട് രജിസ്റ്റേർഡ് ആയിട്ട് വീട്ടിലേക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വരുന്നു, ആസ് പെർ ദി ഓർഡർ ഓഫ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഓർഡറിൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഹൈക്കോടതിൻ്റെ ഓർഡർ എന്നതിൻ്റെ പൂർണ്ണ രൂപമല്ല. ഇനി പൂർണ്ണ രൂപം അറിയാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ പോയി, ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് കോൺഫിഡൻഷ്യലാണ്, ഇതൊരു ജഡ്ജിക്കെതിരായിട്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള സംഭവമാണ്, അത് മറ്റുള്ളവർക്ക് പരാതിക്കാർക്ക് പോലും അത് കൊടുക്കാൻ വകുപ്പില്ല, കോൺഫിഡൻഷ്യലാണ് എന്നൊക്കെ അറിയാൻ പറ്റില്ല. അങ്ങനെ അത് അറിയാനുള്ള അവകാശം എനിക്കില്ലാതെ പോയി. പക്ഷേ സംഭവം ഇവരെ ശാസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സാധനത്തിൽ നിന്ന് മനസ്സിലായി. എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തരണ്ട എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയ ആളെ ശാസിക്കുകയും എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു തരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും അവരുടെ വ്യക്തിപരമായ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും നിലകൊള്ളും. ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പറൊക്കെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സയൻറ്റിഫിക് ടെമ്പർ എവിടെയില്ല. അപ്പോൾ നമ്മൾ യുക്തിയുഗത്തിൽ ഡോക്ടർ എഴുതിയിട്ടുള്ള ഒരു സചിത്ര ലേഖനമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവും. അതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, സമയമായോ? അതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഉള്ള ഒരു പ്ലാസ്റ്റിക് കസേരയിൽ രാഷ്ട്രപതി ഇരിക്കുന്നു, അപ്പുറത്ത് ദൈവം ഇരിക്കുന്നത് പോലുള്ള രാജസിംഹാസനത്തിൽ സായിബാബ എന്ന് പറയുന്ന ആൾ ദൈവം ഇരിക്കുന്നു.
നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ, നമ്മളെ ഏറ്റവും കൂടുതൽ 140 കോടി ജനങ്ങൾ ആദരിക്കേണ്ട രാഷ്ട്രപതിയെ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ സ്വന്തം കാൽക്കീഴിൽ വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ആൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ആൾ ദൈവം അതിനേക്കാൾ ഉയരത്തിൽ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ചിത്രം ഞങ്ങൾ ഈ ലക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ആ ആൾ ദൈവം ആകാശത്തുനിന്ന് സ്വർണം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മരിച്ചുപോയ പ്രേമാനന്ദ് ഇതിനെതിരെ കോടതിയിൽ പോയി. കാരണം സ്വർണം, ഇവിടെ ഒരു ആക്ട് ഉണ്ട്, ഗോൾഡ് ആക്ട് ഉണ്ട്. നമുക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ ആക്ട് അനുസരിച്ച് ആകാശത്ത് നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേമാനന്ദ് കോടതിയിൽ പോയത്. ഇവിടെ ഞാൻ പറഞ്ഞ ഇസ്ലാമിക രാജ്യത്ത് വ്യഭിചാര കുറ്റം ആരോപിച്ചതുപോലെ പ്രേമാനന്ദിനാണ് ശിക്ഷ കിട്ടിയത് കോടതിയിൽ നിന്ന്. ഇവിടുത്തെ സാധാരണ നിയമങ്ങൾ ദൈവങ്ങൾക്ക് ബാധകമല്ല എന്ന അസംബന്ധം പറഞ്ഞുകൊണ്ടാണ് കോടതി പ്രേമാനന്ദിനെ ശിക്ഷിക്കാൻ ഉത്തരവിട്ടത്. അതാണ് നമ്മുടെ നാട്ടിലെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളുടെ വെല്ലുവിളി ചെറുതല്ല, നമ്മളുടെ വെല്ലുവിളി വളരെ വലുതാണ്. ഈ രാഷ്ട്രം ഒന്നടങ്കം നമ്മുടെ ഭരണഘടനയ്ക്കും നമുക്കും എതിരാണ്. പക്ഷേ നമുക്ക് പൊക്കിപ്പിടിക്കാൻ ഭരണഘടനയിൽ 51A(h) മാത്രമേ ഉള്ളൂ. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് ധീരമായ കാൽവെപ്പുകളോടെ മുന്നോട്ട് പോകാൻ സയൻസ് ട്രസ്റ്റിൻ്റെ പ്രവർത്തകർക്കും കേരളത്തിലെ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിനും സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്.